ഉഷ്ണതരംഗത്തിൽ ചുട്ടുപൊള്ളുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. താപനില റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ ജനജീവിതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട്. കനത്ത ചൂടിൽ നദികളിലെ വെള്ളം ചൂടായതോടെ ഫ്രാൻസിലെ 2 ആണവ നിലയങ്ങൾ താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തു. റോഡുകൾ ഉരുകിയൊലിച്ചും റെയിൽവേ ട്രാക്കുകൾ വളഞ്ഞും പലയിടത്തും ഗതാഗതവും തടസ്സപ്പെട്ടു. റോം ഉൾപ്പെടെയുള്ള ഇറ്റലിയിലെ 16 പ്രധാന നഗരങ്ങൾ നിലവിൽ അതീവ ജാഗ്രതയിലാണ്. യൂറോപ്പിൽ വേനൽച്ചൂട് സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറുകയാണ്. ഇറ്റലി, സ്പെയിൻ, ഗ്രീസ്, ഫ്രാൻസ് തുടങ്ങിയ ദക്ഷിണ യൂറോപ്യൻ രാജ്യങ്ങളെയാണ് താപതരംഗം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. പ്രധാന നഗരങ്ങളിലെല്ലാം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. കടുത്ത ചൂടിൽ ഫ്രാൻസിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ ദിവസമായിരുന്നു ഫ്രാൻസിന് ഇന്നലെ. 58 പ്രവിശ്യകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. നദികളിലെ വെള്ളം ചൂടായതോടെ 2 ആണവ നിലയങ്ങൾ താൽക്കാലികമായി അടച്ചു. രാജ്യത്ത് പൊതുപരിപാടികൾക്കും വിലക്കുണ്ട്. ഈഫൽ ടവർ അടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സന്ദർശക സമയം വെട്ടിച്ചുരുക്കി. ഇറ്റലിയിൽ ഉച്ചസമയത്ത് നിർമ്മാണ തൊഴിലാളികളും ഡെലിവറി ജീവനക്കാരും ജോലിക്കിറങ്ങരുത് എന്നാണ് നിർദ്ദേശം. നിർജ്ജലീകരണമടക്കം ആരോഗ്യ പ്രശ്നങ്ങളാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആശുപത്രികളിലെത്തുന്നത്. ഫ്രാൻസിൽ താപനില അസഹനീയമായി ഉയർന്നതോടെ ശീതീകരണ ഉപകരണങ്ങൾ വാങ്ങാൻ വൻ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. സ്പെയിനിന്റെ വടക്കൻ മേഖലകളിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. രാജ്യത്ത് ഇതിനകം 200-ലധികം പേർ അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചു. ഇറ്റലിയിൽ റോം ഉൾപ്പെടെ 16 പ്രധാന നഗരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. റോഡിന്റെ ഉപരിതലങ്ങളിൽ നിന്നും ടാർ ഉരുകിയൊലിക്കുന്ന നിലയിലാണ്. യുകെയിൽ ചരിത്രത്തിലാദ്യമായി റെഡ് അലർട്ട് തുടർച്ചയായ 3 ദിവസം നീണ്ടു. സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില. ചൂട് വർദ്ധിച്ചതോടെ സ്പെയിനിലെയും ഗ്രീസിലെയും വനമേഖലകളിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും ആശങ്ക ഇരട്ടിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് ഉഷ്ണതരംഗം പോളണ്ട്, ജർമ്മനി തുടങ്ങിയ മധ്യകിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് പ്രവചനം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.